ലോൺ എടുക്കുന്നതിന് മുൻപ് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ട്രാപ്പിലാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെസസിറ്റി ആണ്. അതായത് നിങ്ങൾക്കൊരു ലോൺ എടുക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം പലപ്പോഴും ബാങ്കിൽ നിന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കോളുകൾ വരാം, പേഴ്സണൽ ലോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു പർപ്പസും ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ലോൺ എടുക്കരുത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കണം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ ഫണ്ട് ഉണ്ട് എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലോൺ എടുക്കാനായിട്ട് പോകരുത്. കാരണം നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ലോണിനെക്കാട്ടും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ലോൺ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ 10 ലക്ഷം രൂപ നിങ്ങൾ വേറൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി റിക്വയർമെൻറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഫണ്ടിനും ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം ലോൺ എടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ലോൺ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലോൺ എടുക്കുക. ലീസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണോ വരുന്നത് അവിടെ ലോൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ലോൺ പ്രീ ക്ലോസ് ചെയ്യാനായിട്ട് പ്രീ ക്ലോഷറിന് പറ്റുമോ എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതുപോലുള്ള ഫിനാൻഷ്യൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.